അള്ളാഹുവിൻ്റെ 99 പേരുകൾ. ഇതിനാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുക. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഈ 99 പേരിൽ ഏതോ ഒരു പേര് ഇസ്മുൽ അഅ്ലം ആണ്. ഒരാൾ ഇസ്മുൽ അഅ്ലം ആയ പേര് ആ വാക്ക് പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ ഉറപ്പാണ്. പിന്നീട് അവനിക്ക് മടക്കേണ്ടി വരില്ല. അള്ളാഹു ആ ദുആ സ്വീകരിക്കും. അവനിക്ക് വേഗത്തിൽ ഉത്തരം തരും. പക്ഷെ ഏതാണ് ആ പേരെന്ന് ഇതുവരെ നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ആലമാണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ചില അത്ഭുതപ്പെടുത്തുന്ന, നമ്മളൊക്കെ സ്ഥിരമായി പറയുന്ന, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകൾ, ചില വചനങ്ങൾ, ചില വാക്കുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം കേട്ടോ, ഒരാൾക്കും ഇത് ഉപകാരപ്പെടാതിരിക്കില്ല, എല്ലാവർക്കും ഉപകാരപ്പെടും. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്ക്. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒന്ന് കേൾക്കണേ. ഇസ്മുൽ ആലം എന്താണ് ഉസ്താദെ ഇതിൻ്റെ അർത്ഥം? ഞങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഇസ്മുൽ ആലം. അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മുൽ ആലം പറഞ്ഞിട്ട് ദ്വാരെന്ന ദ്വാ സ്വീകരിക്കുന്നു. എന്താണ് ഇസ്മുൽ ആലം? അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാത്രമല്ല ഇസ്മുൽ ആലം ഏതാണ്? ഇപ്പോൾ ഒരുപാട് ആളുകൾ പല ഇസ്മുകളും പറയുന്നു. യാ വഹാബ് യാ അല്ലാ ഇസ്മുൽ ആലമാണ്, യാ ലത്തീഫ് യാ അല്ലാ ഇസ്മുൽ ആലമാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഏതാണ് ഉസ്താദെ ഇസ്മുൽ ആലം? കൃത്യമായി ഇസ്മുൽ ആലം ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഇസ്മുൽ ആലം ഏതാണെന്ന് മനസ്സിലാകും. കൂടാതെ അത് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ കിട്ടുന്ന നേട്ടങ്ങളും നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പഠിക്കാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തുണ്ടായ ഒരു ചരിത്രം ഞാനൊന്ന് പറഞ്ഞു തരാം. ചെറിയൊരു ചരിത്രമാണ്. അവിടെ ഈ ഇസ്മുൽ ആലം പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ്, അത് പഠിച്ചാലുള്ള നേട്ടം എന്താണ്, ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ചരിത്രത്തിലൂടെ നമുക്കത് മനസ്സിലാകും. ആ ചരിത്രം ഒന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ദുആരക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇസ്മുൽ ആലം ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് പറഞ്ഞിട്ട് ദുആ ചെയ്തോ നമ്മുടെ ദുആ സ്വീകരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ മാറും, നമ്മുടെ പ്രതിസന്ധികൾ മാറും. ഇനി ഒരു പ്രയാസവും ഒരാൾക്കും ഉണ്ടാവില്ല. ഏതാണ് ഇസ്മുൽ ആലം? ഇതാ കേട്ടോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് വിഷമങ്ങളുള്ള, സങ്കടങ്ങളുള്ള, നിരവധി മനപ്രയാസങ്ങളുള്ള, അതുപോലെ തന്നെ ശാരീരികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി പേര് നമ്മളോട് ദുആ ചെയ്യാൻ ഓരോ വീഡിയോകൾക്ക് താഴെയും പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഇസ്മുൽ ആലമിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി എല്ലാവിധ സന്തോഷവും സമാധാനവും തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദെ, ഞങ്ങൾ ഒരുപാട് നാളായി ഇസ്മുൽ ആലം എന്ന് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഈ സംഭവം എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും. എന്താണ് ഇസ്മുൽ ആലം? ഇസ്മുൽ ആലം, ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ് അർത്ഥം. ആലം എന്ന് പറഞ്ഞാൽ ഉന്നതമായ, മഹത്വമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മുകളിലുള്ള എന്നൊക്കെയാണ് ഈ ആലം എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇസ്മുൽ ആലം, ഉന്നതമായ പേര്. അള്ളാഹുവിന് 1000-ലധികം പേരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 99 പേരാണ്. ആ 99 പേരിൽ ഒരു പേര് ഏറ്റവും ഉന്നതമായ പേരാണ്. ആ ഉന്നതമായ പേര് നമ്മൾ നാവ് കൊണ്ട് പറയുക മാത്രമല്ല, മനസ്സിൽ തട്ടി നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദുആ, നമ്മുടെ തേട്ടം അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. അതായത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. ആ കാര്യങ്ങൾക്കാണ് ഇസ്മുൽ ആലം എന്ന് പറയുക. ഇത് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതാണ് ഇസ്മുൽ ആലം എന്ന് നമുക്ക് നിശ്ചയപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ഇസ്മുൽ ആലം? യാ ലത്തീഫു യാ അല്ലാ എന്നതാണോ, അല്ലെങ്കിൽ യാ റഹ്മാനു യാ അല്ലാ എന്നതാണോ, അല്ലെങ്കിൽ യാ വഹാബു യാ അല്ലാ എന്നതാണോ? അള്ളാഹുവിന് 99 പേരുണ്ടല്ലോ. ആ 99 പേരിൽ ഏത് പേരാണ്
ഇസ്മുൽ ആലം എന്ന് നമുക്ക് ആർക്കും നിജപ്പെടുത്തി തന്നിട്ടില്ല. ഓരോ മഹാന്മാർക്കും ഓരോ വ്യക്തികൾക്കും അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഒരു ഇൽഹാം, ഒരു ബോധനമാണ് എന്ത് ഇസ്മുൽ ആലം എന്ന് ചില മഹത്തുക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കേൾക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും അള്ളാഹുവിൻ്റെ 99 പേര് അസ്മാഉൽ ഹുസ്ന, അതിൽ ഏറ്റവും നിങ്ങളുടെ വേഗത്തിൽ നിങ്ങളുടെ നാവിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുള്ളതുമായ പേര് ഏതാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഉമ്മമാരൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കമന്റ് എഴുതി, ഉസ്താദെ യാ ലത്തീഫു യാ അള്ളാഹ് ഞങ്ങളുടെ നാവിൽ വേഗത്തിൽ വരുന്നൊരു ഇസ്മാണ്. അതുപോലെ യാ റഹ്മാനു യാ അള്ളാഹ്, അതുപോലെ തന്നെ യാ റസ്സാഖു യാ അള്ളാഹ്, അതുപോലെ യാ ഫത്താഹു യാ അള്ളാഹ്. ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങളുടെ നാവിൽ എപ്പോഴും വരുന്ന ഇസ്മ അതാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. അള്ളാഹു തആല ഓരോ ആളുകൾക്കും അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന ഇൽഹാം, ഒരു ബോധനമാണ് ഇസ്മുൽ ആലം. ചില ആളുകൾക്ക് അത് യാ ലത്തീഫു യാ അള്ളാഹ് എന്നാവാം, ചില ആളുകൾക്ക് ചിലപ്പോൾ അള്ളാഹ് എന്ന പേരാവാം, ചില ആളുകൾക്ക് യാ ഫത്താഹു യാ അള്ളാഹ് എന്നാവാം, ചില ആളുകൾക്ക് യാദൽ ജലാൽ വൽ ഇക്റാം എന്നാവാം. അപ്പൊ അതുകൊണ്ട് ഇസ്മുൽ ആലം ഏതാണ് എന്ന് നമുക്ക് ഇതുവരെ നിജപ്പെടുത്തി തന്നിട്ടില്ല. പക്ഷേ ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ ഇന്ന പേരുകൾ ആവാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പേരുകൾ എല്ലാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്തോളി. നിങ്ങളുടെ ദുആ, നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ പ്രയാസം അള്ളാഹു മാറ്റിത്തന്ന് നിങ്ങളുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ മറ്റൊരു അഭിപ്രായത്തിൽ മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ നല്ല മനസ്സോടെ, ഖേദമുള്ള മനസ്സോടെ, തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയി റബ്ബേ എനിക്ക് നീ എൻ്റെ പുറത്തു തരണേ അല്ലാ, അങ്ങനെ നല്ല ഖേദത്തോടെ, ഒരു സങ്കടത്തോടെ അള്ളാഹുവിനെ വിളിക്കുന്ന വിളിക്കാണ് ഇസ്മുൽ ആലം. പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി അല്ലാ, റബ്ബേ എനിക്ക് പുറത്തു തരണേ അല്ലാ, അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ. അള്ളാഹുവെ പറ്റിപ്പോയി അല്ലാ, റബ്ബേ പടച്ചോനെ പറ്റിപ്പോയി അല്ലാ, യാ വഹാബ് യാ അല്ലാ, അള്ളാഹുവെ പറ്റിപ്പോയി, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമായ അല്ലാ, യാ ഫത്താഹായ അല്ലാ, അതുപോലെ തന്നെ യാ വഹാബായ അല്ലാ, യാ റസ്സാഖായ അല്ലാ, യാ ഖാദിറായ അല്ലാ എന്നൊക്കെ പല ആളുകളും ദുആ ചെയ്യുമ്പോൾ പറയാറുണ്ട്. അങ്ങനെ ഓരോ ആളുകളും ഖേദത്തോടെ പറയുന്ന വാക്കിനാണ് ഇസ്മുൽ ആലം എന്നും ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മഹാനായ ഇമാം നവവിയുടെ അഭിപ്രായത്തിൽ, റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ പല പേരുകളുമുണ്ട്. എന്നിട്ട് പറയുന്നു, ഇസ്മുൽ ആലം അള്ളാഹുവിൻ്റെ ഉന്നതമായ പേരുകൾ, ആ ഉന്നതമായ പേരുകളിൽ 4 പേരുകളാണ് സാധ്യത ഏറ്റവും കൂടുതൽ ഇസ്മുൽ ആലമാവാൻ സാധ്യതയുള്ള 4 പേരുകളാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ശബ്ദം കേൾക്കുന്ന ഉപ്പമാരെ, ഇപ്പോഴേ നമ്മൾ പഠിച്ചു വെച്ചോ. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന വാക്കുകളാണ്, അള്ളാഹുവിനെ വിളിക്കുന്ന ചില പേരുകളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് നാവ് കൊണ്ട് പറയുക മാത്രമേ ഉള്ളൂ, ഹൃദയത്തിലില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഹൃദയത്തിൽ ഉണ്ടായിട്ട് നാവ് കൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിന് വേഗത്തിൽ നമ്മുടെ ദുആ സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തആല തൗഫീക്ക് തരും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹ് എന്ന പേര് അത് ഇസ്മുൽ ആലമാണ്, അതിന് സാധ്യത ഏറെയുണ്ട് എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പറഞ്ഞു തരുകയാണ്. നമ്മൾ എത്രയോ പ്രാവശ്യമാണ് അല്ലെ, ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് എത്രയോ പ്രാവശ്യം അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ നിന്നും നാവിലൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ ആ പറഞ്ഞ അള്ളാഹ് എന്നൊരൊറ്റ വാക്കുകൊണ്ട് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു ദിവസം എത്രയോ പ്രാവശ്യമാണ് അല്ലാ എന്ന് പറയുന്നത് അല്ലെ. അല്ലാ എന്നല്ല കേട്ടോ, ഈ നാവ്, ഈ പല്ലിൻ്റെ താഴെ അല്ലാ എന്നല്ല, ഈ നാവിൻ്റെ അഗ്രഭാഗം, അറ്റഭാഗം നമ്മുടെ ഈ മുൻപല്ലിൻ്റെ ഉള്ളിൽ പോയി മുട്ടണം, അങ്ങ് അറ്റത്ത് പോയി മുട്ടണം. അല്ലാഹ് അങ്ങനെ പറയണം, അല്ലാ എന്ന് പറയണം, അല്ല അല്ലാ എന്നല്ല, അല്ലാ എന്ന് പറയണം അല്ലെ. വജിലത്തു ഖുലൂബുഹും എന്നാണ്. അല്ലാഹ് എന്നുള്ളൊരു വാക്ക് കേട്ടാൽ ഹൃദയം പിടപിടക്കുന്ന എത്രയോ മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ആ പേരിൻ്റെ ആ ഒരു ഗാംഭീര്യം കൊണ്ട് അത് കേട്ടിട്ട് മരണപ്പെട്ടു പോയ എത്രയോ മഹത്തുക്കളുണ്ട്. അപ്പോൾ അല്ലാഹ് എന്ന പേര് അത് ഇസ്മുൽ ആലമാണ് എന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരു പക്ഷേ ഇതായിരിക്കും ഇസ്മുൽ ആലം, ഇതാവാൻ സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞ് ഒരു 5 പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്,
അത് ഇസ്മുൽ ആലം ആണെങ്കിൽ അല്ലാഹു തആല ഈ പറഞ്ഞ അല്ലാഹുവിൻ്റെ പേര് കൊണ്ട് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. രണ്ടാമതായി അല്ലാഹുവിൻ്റെ പേരുകളിൽ അതിപ്രധാനപ്പെട്ട ഒന്നാണ് ഹു എന്ന ഒരു നാമം. ഹു എന്ന അത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅലമിൽ പെട്ടതാണെന്ന് ഒരുപാട് മഹത്തുക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ ഔലിയാക്കന്മാർ നമ്മൾ പറയുന്നത് പോലെ യാ അല്ലാ, യാ റഹ്മാൻ, യാ അല്ലാ, യാ റഹീം, അങ്ങനെയൊന്നും അല്ല. അവർ അസ്മാൽ ഹുസ്നയൊക്കെ പറയുന്നത് ഹു, ഹ, ഹി, ഹ, ഹി, ഹു, ഹൈ, അങ്ങനെ ചില അക്ഷരങ്ങൾ മാത്രമേ പുറത്തേക്ക് വരൂ, ചില അക്ഷരങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതെന്താ? സത്യത്തിൽ അതായിരിക്കും അവർക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ഇൽഹാമാണ് ഒരു പക്ഷേ അത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഹു എന്നത് അത് അള്ളാഹുവിനെ അറിയിക്കുന്ന, അള്ളാഹുവിൻ്റെ പേരിനെ അറിയിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ ആ സത്തയെ അറിയിക്കുന്നതാണ് ഹു എന്ന ആ ഒരു വാക്ക്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹു എന്നതും ഇസ്മുൽ ആലം ആവാൻ വളരെ സാധ്യതയുണ്ട് എന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞാലോ, ഹൂ 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 ഒരു 5 പ്രാവശ്യം പറഞ്ഞു അല്ലേ? അല്ലാഹുവേ പടച്ചോനെ, ഈ ഹൂ എന്നത് അത് ഇസ്മുൽ ആലം ആണെങ്കിൽ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സിലെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അല്ലാ എന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും അല്ലാ എന്ന് പറയുന്നുണ്ട്, പക്ഷേ മനസ്സറിഞ്ഞൊന്ന് പറയണം അല്ലാ എന്ന വാക്ക്, അതുപോലെ ഹൂ എന്ന വാക്ക്. പിന്നെയോ അല്ലാഹുമ്മ, നമ്മൾ എത്രയോ പ്രാവശ്യം ദ്വാരക്കാറുണ്ട് അല്ലേ? ആ ദ്വാ ചെയ്യുമ്പോഴൊക്കെ അല്ലാഹുമ്മ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കത് ഇത് ഇസ്മുൽ ആലമാണെന്നൊരു ചിന്ത വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇത് ഇസ്മുൽ ആലമാണ്, മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്താൽ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കി പറഞ്ഞോ അല്ലാഹുമ്മ. അതെന്താണ്? ഇസ്മുൽ ആലമാണ്. ഇസ്മുൽ ആലമാണെന്ന് പറഞ്ഞാൽ അതിന് സാധ്യതയേറെയാണ്. അതുകൊണ്ടൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ. അല്ലാഹുമ്മ എന്താ? അല്ലാഹുമ്മയുടെ അർത്ഥം അല്ലാഹുവേ എന്നാണ്. മലയാളത്തിൽ അല്ലാഹുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞോ, അല്ലാഹുമ്മ 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 അല്ലാഹുമ്മ. അല്ലാഹുവേ, നിന്റെ ഇസ്മുൽ അഅലം ആണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള പേരുകൾ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. മറ്റൊരു പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അൽ ഹയ്യുൽ ഖയ്യൂം. നമ്മൾ എത്രയോ ആയത്തുകൾ ഇത് കേട്ടിട്ടുണ്ട്. ആയത്തുൽ കുർസിയിൽ ഉൾപ്പെടെ നമ്മൾ ഒരുപാട് ആയത്തുകളിൽ പറയുന്ന അള്ളാഹുവിൻ്റെ പേരാണ് അൽ ഹൈ അൽ ഖയ്യൂം. ഇത് രണ്ടും ചേർത്താൽ ഇതും ഇസ്മുൽ അഅലമാണെന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നിരവധി പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ ഇസ്മുൽ അഅലമാണെന്ന് അഭിപ്രായമുള്ള 4 പ്രധാനപ്പെട്ട പേരുകൾ. ഒന്ന് അല്ലാഹ്, അത് ഇസ്മുൽ അഅലമാണെന്ന് അഭിപ്രായമുണ്ട്. പിന്നെയോ ഹൂ എന്നത് അതും ഇസ്മുൽ അഅലമാണെന്ന് അഭിപ്രായമുണ്ട്. മൂന്നാമത്തേത് അല്ലാഹുമ്മ. നാലാമത്തേത് അൽ ഹയ്യുൽ ഖയ്യൂം. അപ്പോൾ 4 പേരുകൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാനായ ഇമാം നവവി തങ്ങളുടെ മറ്റൊരു അഭിപ്രായത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം, ഇപ്പൊ നമ്മൾ 4ാമത് പറഞ്ഞ അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅലം എന്ന് മഹാനവറുകളുടെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അൽ ഹയ്യുൽ ഖയ്യൂം, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, അങ്ങനെയൊക്കെ നമുക്ക് ദ്വാരക്കാം. അള്ളാഹുവെ പടച്ചവനെ, എൻ്റെ രോഗം നീ ശിഫയാക്കണേ, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമായ റബ്ബേ, ഹയ്യുൽ ഖയ്യൂമായ നാഥ, അങ്ങനെയൊക്കെ നമുക്ക് ദ്വാരക്കാം. ദ്വായിൻ്റെ ഇടയ്ക്ക് ഈ വാക്കുകൾ വരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ ജീവിച്ചു. അയാളുടെ പേര് ബൽഗം ബിനു ബാഗൂറ എന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ ഇയാളുടെ പേര് എടുത്തല്ലാഹു പറഞ്ഞിട്ടില്ല എങ്കിലും ഇയാളെ പറ്റിയുള്ള ചില ചരിത്രങ്ങൾ ഖുർആനിൽ അവിടെ ഇവിടെയായി അല്ലാഹു തആല ഒന്ന് സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ഇദ്ദേഹം വലിയ ഒരു ആബിദായിരുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന. അതുപോലെ തന്നെ തൗറാത്ത്, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത തൗറാത്ത് അതൊക്കെ ഹൃദ്യസ്ഥമാക്കിയ, മുഴുവനും മനഃപ്പാഠമാക്കിയ ആളായിരുന്നു. മാത്രമല്ല ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇസ്മുൽ ആലം, അള്ളാഹുവിൻ്റെ ഉന്നതമായ പേര് ഏതാണെന്ന് ഇദ്ദേഹത്തിന് അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. മാത്രമല്ല ഇദ്ദേഹം എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ ഇസ്മുൽ ആലം പറഞ്ഞിട്ട്
അദ്ദേഹം ദുആ ചെയ്യും, ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ചരിത്രത്തിൽ നിന്നും 3 ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞുപോയി. ഇദ്ദേഹത്തിൻ്റെ ഒരു സദസ്സിൽ പറയപ്പെടുന്നു 10,000-കണക്കിന് ആളുകളായിരുന്നു ഇദ്ദേഹം പറയുന്ന ഓരോ ഇൽമും കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയത്. 10,000-കണക്കിന് ആളുകൾ. മാത്രമല്ല ഇദ്ദേഹം ഒരുപാട് നിസ്കരിക്കുന്നു, ഒരുപാട് തൗറാത്ത് പാരായണം ചെയ്യുന്നു, ഒരുപാട് സ്വതക്കകൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നു. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇബാദത്തുണ്ടോ അത് മുഴുവനും ചെയ്യുന്ന ആളായിരുന്നു ഈ ബൽഗം ഇബ്നു ബാഗൂറ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം പല കിതാബുകളിലും പല രൂപത്തിൽ നമുക്ക് കാണാം. ഇത് ഞാൻ പഠിച്ച ഒരു കിതാബിൽ കണ്ട ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതല്ലാത്ത മറ്റു രൂപത്തിലും ഈ ചരിത്രം വന്നിട്ടുണ്ടാവാം. ചരിത്രങ്ങളാണ് പല റിവായത്തുകളിലും പല റാവിമാരിലും പല അഭിപ്രായത്തിലും വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ചരിത്രം വേറെ രൂപത്തിലായിരിക്കാം കേട്ടിട്ടുണ്ടാവും. എന്താണെങ്കിലും ഇതൊക്കെ നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രമാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് ഈ മനുഷ്യൻ ജീവിച്ചത്. ഒരുപാട് ആബിദായ ഒരുപാട് ശിഷ്യന്മാരുള്ള ഇദ്ദേഹം എന്ത് ദുആ ചെയ്താലും അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. അതിൻ്റെ കാരണമായി പറയുന്നത് ഇസ്മുൽ അഅ്ലം ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ്. ഇദ്ദേഹം ആകാശത്തേക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. അത്രമാത്രം ഗഹനശേഷിയും ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ബൽഗം ഇബ്നു ബാഗൂറ എന്ന ആള്. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമുക്കറിയാമല്ലോ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. മൂസാ നബിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഫിർഔനിൻ്റെ കിങ്കരന്മാരും അതല്ലാത്തവരുമായി കുടുംബക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ശത്രുതയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായി. ഈ ബൽഗം ഇബ്നു ബാഗൂറ എന്ന് പറഞ്ഞാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന, മൂസാ നബിയുടെ തൗറാത്തിൽ വിശ്വസിച്ച ആളായിരുന്നു. നല്ലൊരു മനുഷ്യൻ, നല്ല ആബിദായ മനുഷ്യനായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ദുആ ചെയ്താൽ അപ്പം തന്നെ അള്ളാഹു സ്വീകരിക്കും. ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി പറയും, ഇദ്ദേഹം ഇസ്മുൽ അഅ്ലം പറയും, എന്നിട്ട് ദുആ ചെയ്യും, അള്ളാഹു വേഗത്തിൽ മഴ കൊടുക്കും. അതുപോലെ രോഗികളായ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലും, രോഗമാണെന്ന് പറയും, ഇസ്മുൽ അഅ്ലം ഇദ്ദേഹം പറയും, അപ്പോൾ തന്നെ രോഗം മാറും, ദുആ ചെയ്ത് രോഗം മാറ്റും. അങ്ങനെ വലിയൊരു എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ദുആ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ആ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശത്രുക്കളിൽപ്പെട്ട ചില ആളുകൾ, മൂസാ നബിയെ ഇല്ലായ്മ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്ന ചില ആളുകൾ ഈ ബൽഗം ഇബ്നു ബാഗൂറയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. എന്താണ്? ഈ മൂസ പ്രവാചകൻ, മൂസ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്വസ്ഥമായി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തത്. മൂസാ നബിയെ പറ്റി ഇല്ലാത്ത ഒരുപാട് കഥകൾ പറഞ്ഞു, ഒരുപാട് ശത്രുതയുടെ കഥകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ മൂസയെ കൊല്ലാൻ അല്ലെങ്കിൽ മൂസ ഇല്ലാതാവാൻ, മൂസ മരിച്ചു പോവാൻ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ അള്ളാഹുവിനോട് ദുആരക്കണം. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ദുആരക്കില്ല, കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാൻ അദ്ദേഹത്തിന് എതിരായിട്ട് ഒരിക്കലും ദുആ ചെയ്യൂല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുപാട് പൈസ, ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഞങ്ങൾ നൽകാമെന്ന് നിരന്തരമായി ഈ മൂസാ നബിയുടെ ശത്രുക്കൾ വന്നിങ്ങനെ പറഞ്ഞ് അവസാനം ഈ ബൽഗം ഇബ്നു ബാഗൂറ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്പത്ത്, ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളൊക്കെ കണ്ടപ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയെന്നാണ്. അപ്പോൾ അവസാനം ഇദ്ദേഹം ഒന്ന് മൂളി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ദുആരക്കാം. അങ്ങനെ ഇവിടെ ചരിത്രം പറയുന്നു, ഇദ്ദേഹം ഒരു വെള്ള കോവർ കഴുതയുടെ പുറത്ത് കയറി വലിയ ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? മൂസാ നബിക്ക് എതിരെ ദുആ ചെയ്യാൻ വേണ്ടി, മൂസാ നബി നശിച്ചു പോവാൻ വേണ്ടി ഇദ്ദേഹം ദുആരക്കാൻ വേണ്ടി ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. മലയുടെ മുകളിൽ ചെന്നു, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ ഇസ്മുൽ അഅ്ലം അദ്ദേഹം പറഞ്ഞു, ഉച്ചരിച്ചു, എന്നിട്ട് ഇങ്ങനെ ദുആരക്കുകയാണ്. മൂസാ നബിക്കെതിരെ ഇദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്യുന്നത് അല്ലാഹു തആലക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു തആല അതിന് ശിക്ഷയായി, മൂസാ നബിക്കെതിരെ ദുആ ചെയ്തതിന് ഫലമായി ഇദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇരുന്ന ആ കോവർ കഴുത ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണു. ആ മലയുടെ മുകളിൽ നിന്നും കോവർ കഴുത ഇദ്ദേഹവുമായിട്ട് താഴേക്ക് വീഴുകയാണ്. ആ വീഴ്ചയിൽ ഇദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. ഇത് ചരിത്രം. ഈ ഒരു രൂപത്തിൽ ഒരു ചരിത്രം നമുക്ക് കാണാം. ഇതല്ലാത്ത രൂപത്തിലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ ഒരു ചരിത്രത്തിൽ നിന്നും 2 പാഠങ്ങളുണ്ട്. ഒന്ന്, ഇസ്മുൽ അഅ്ലം എന്ന ആ ഒരു ഇസ്മ, അത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ മസ്റ്റാണ് അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും, യാതൊരു സംശയവും അതിൽ വേണ്ട. രണ്ടാമത്തേത്, ആർക്കും എതിരെ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല, ആർക്കും എതിരെ നമ്മൾ ദുആരക്കാൻ പാടില്ല.
അതായത് നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ല. അതുപോലെ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് എതിരെ ദുആ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നീ അങ്ങനെ പോകൂടാ, നീ ഇങ്ങനെ പോകൂടാ എന്നൊക്കെ പറയും. പക്ഷേ ആ പറയുന്ന കാര്യം ഓരോ ഉമ്മയും മക്കളെ ശപിക്കാൻ പാടില്ല, വാപ്പയും മക്കളെ ശപിക്കാൻ പാടില്ല, മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് എതിരെ ദുആരക്കാൻ പാടില്ല, ആർക്കും നമ്മൾ എതിരെ ദുആരക്കാൻ പാടില്ല. നമ്മുടെ ശത്രുക്കൾക്ക് എതിരെ നമുക്ക് ദുആരക്കാം. എങ്ങനെയാ ദുആരക്കേണ്ടെന്നറിയോ? ശത്രുക്കൾക്കെതിരെ അല്ലാഹുവേ അവരെ നീ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം, ഇനി ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണം. അങ്ങനെ ദുആരക്കാനാണ് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തുമാവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പറഞ്ഞു വന്നത് രണ്ട് കാര്യം. ഒന്നാമത്തത് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഇസ്മുൽ ആലം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ നമ്മുടെ ദുആ സ്വീകരിക്കും. രണ്ടാമത്തേത് നമ്മൾ ഒരിക്കലും ആർക്കും എതിരെ ദുആരക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് ഇസ്മുൽ ആലമുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചരിത്രം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ഇസ്മുൽ ആലം പറഞ്ഞിട്ട് നമുക്കും ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട്. മറ്റൊരു പേരാണ് അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം. ഇതും അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാണ് അഭിപ്രായമുണ്ട്. എങ്ങനെ? അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം. നിങ്ങൾ സ്ക്രീനിൽ കാണാം. അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം. അറിവുള്ളവനായ, സഹനശക്തിയുള്ളവനായ, ഉന്നതനായ, ഏറ്റവും അറിവുള്ളവനായ അല്ലാഹുവേ എന്നാണ് ഏകദേശം അർത്ഥം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഇസ്മുൽ ആലമാവാൻ ഒരുപാട് സാധ്യതയുള്ളതാണ്. അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം അങ്ങനെ പറയാം. അല്ലെങ്കിൽ അൽ അലിയു അൽ അലീമു അൽ ഹലീമു അൽ അലീം എങ്ങനെയാണെങ്കിലും പറയാം, കുഴപ്പമില്ല. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒരു 3 പ്രാവശ്യം പറഞ്ഞേ. അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം, അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം, അൽ അലിയുൽ അലീമുൽ ഹലീമുൽ അലീം. ഇത് അല്ലാഹുവിൻ്റെ ഇസ്മുൽ അലമാവാൻ സാധ്യതയേറെയാണ്. പിന്നെയോ മറ്റൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. നമ്മൾ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ, അതുമൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അലമാവാൻ സാധ്യത ഏറെയാണ്. കാരണം ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഇസ്മുകളിൽ ഏറ്റവും പറഞ്ഞ വാക്കുകൾ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതും ഇസ്മുൽ അലമാവാൻ സാധ്യത ഏറെയാണ്. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഒന്നുകൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അല്ലാഹുവേ, ഇസ്മുൽ അലമാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിൽ ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറ്റിത്തരണേ റഹ്മാനേ, ആമീൻ. ഒരുപാടുണ്ട്, വേഗത്തിൽ പറഞ്ഞു പോവാം. മറ്റൊന്ന് അൽ ഹഖ് അൽ ഹഖ് അൽ ഹഖ് അൽ ഹഖ്. ഇങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് അൽ ഹഖ്, സത്യവാൻ, സത്യം, സത്യവാനായ എന്നൊക്കെയാണ് ഏകദേശം അർത്ഥം. അൽ ഹഖ് ആ ഒരു വാക്ക് അതെന്താണ്? അള്ളാഹുവിൻ്റെ ഇസ്മുൽ അലമാണെന്ന് ഒരുപാട് സാധ്യതയുണ്ട് അൽ ഹഖ് എന്ന വാക്ക്. പിന്നെയോ മറ്റൊന്ന് ദുൽ ജലാലി വൽ ഇക്റാം. നമ്മളിത് പറയാറുണ്ട്, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയാറുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കിതാബിലൊക്കെ കാണാം, ദുൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞേ. ദുൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം, ദുൽ ജലാലി വൽ ഇക്റാം. അതും അല്ലാഹുവിൻ്റെ ഇസ്മുൽ അലമാവാൻ സാധ്യതയേറെയാൻ. മറ്റൊന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട ദുആയായിരുന്നു, ദിക്റായിരുന്നു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതും ഇസ്മുൽ അലമാവാൻ സാധ്യതയേറെയാണ്. എന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെയോ മറ്റൊരു ഇസ്മുൽ അഅ്ലമാവാൻ സാധ്യതയുള്ള മറ്റൊരു വാക്കാണ് ലാ ഇലാഹ ഇല്ലാ അന്ത അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ ചില വാക്കുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വാചകമാണിത്. ഇത് ഇസ്മുൽ അഅ്ലമാവാൻ വളരെ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. എന്നിട്ട് ദുആ ചെയ്തതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഈ പറയപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമാണെന്ന അഭിപ്രായമുള്ള ഈ വാചകങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഒന്ന് പറയുക, നല്ല ഹൃദയത്തോടെ പറയുക. എന്നിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു ദുആ വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ ഏതാണ് നമ്മൾ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അന്ത അൽ അഹദുസ് സമദു അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒരു പ്രാവശ്യം കൂടി ലാ ഇലാഹ ഇല്ലാ അന്ത അൽ അഹദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലമാണെന്ന് വളരെയധികം സാധ്യതയുള്ള മറ്റൊരു വാചകമാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അന്ത അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതൊക്കെ മഹത്തുക്കൾ അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന ചില വാചകങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ഇസ്മുൽ അഅ്ലം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറഞ്ഞ ഈ വാചകവും അത് ഇസ്മുൽ അഅ്ലമാവാൻ വളരെ സാധ്യതയുള്ളതാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അന്ത അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. വളരെ എളുപ്പമാണ് പറയാൻ. ഇത് കാണാതെ പഠിക്കണമെന്നില്ല, നമുക്ക് കണ്ടു പറയാം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അന്ത അൽ ഹന്നാനു അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ദുആനെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരെണ്ണം കൂടി, ഇച്ചിരി വലുതാണ്, എന്നാലും നമുക്കിത് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും, വേഗത്തിൽ പറയാൻ പറ്റും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നമുക്ക് ഇസ്മുൽ അഅ്ലം ആണെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഒന്ന് പറഞ്ഞാലോ? എങ്ങനെയാ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ഇത് പരിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ഒരു ആയത്താണ്. ആയത്ത് മാത്രമല്ല, ഇസ്മുൽ അഅ്ലമാണെന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുമുണ്ട്. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലോ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതും ഇസ്മുൽ അഅ്ലമാണ്. അല്ലാഹുവേ, പടച്ചോനെ, ഞങ്ങൾ ഈ പറയുന്ന ഇസ്മുൽ അഅ്ലമിനെ പറ്റി പഠിക്കുന്ന, നിന്നെപ്പറ്റി, നിന്റെ പേരിനെ പറ്റി പഠിക്കുന്ന ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. ആരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഈ പറയപ്പെട്ട വാചകങ്ങൾ ഏതാണ് ഇസ്മുൽ അഅ്ലം ഞങ്ങൾക്ക് തീർച്ചയായും അറിയില്ല, പക്ഷേ ഇതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ പറയപ്പെട്ടതൊക്കെ ഇസ്മുൽ അഅ്ലമാണെന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയുന്നു. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇനിയുമുണ്ട് നമ്മൾ സ്ഥിരമായി പറയുന്ന ചില വാക്കുകൾ, അതൊക്കെ ഇസ്മുൽ അഅ്ലം ആവാൻ സാധ്യതയുണ്ട്. ഏതാ? അർഹമുർ റാഹിമീൻ. നമ്മൾ പറയല്ലേ അർഹമുർ റാഹിമീനായ അല്ലാഹ് എന്ന് പറയില്ലേ, അതും ഇസ്മുൽ അഅ്ലമാണ്. അർഹമുർ റാഹിമീൻ. പറഞ്ഞേ. അർഹമുർ റാഹിമീൻ, അർഹമുർ റാഹിമീൻ, അർഹമുർ റാഹിമീൻ, അർഹമുർ റാഹിമീൻ, അർഹമുർ റാഹിമീൻ. അതിൽ ഇസ്മുൽ അഅ്ലമാണെന്ന് സാധ്യതയുണ്ട്. പിന്നെയോ നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ദുആയിലൊക്കെ പറയുന്ന റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതും ഇസ്മുൽ അഅ്ലമാണെന്ന് അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞേ. റബ്ബനാ 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 റബ്ബനാ. പിന്നെയോ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ഏത് ഇസ്മാണ് ഏറ്റവും കൂടുതൽ പറയാൻ എളുപ്പം, ഏതാണ് നിങ്ങളുടെ നാവിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, വേഗത്തിൽ വരുന്നത്, ഏത് ഇസ്മുൽ അഅ്ലമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചൊല്ലാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ ഒരു ഇസ്മാണ് യാ വഹാബ് യാ അല്ലാഹ് എന്നുള്ളത്.
അതും ഇസ്മുൽ ആദമാണെന്ന് അഭിപ്രായപ്പെട്ട ഒരുപാട് മഹത്തുക്കളുണ്ട്. അൽ വഹാബ്, അൽ വഹാബ്, അൽ വഹാബ്, അൽ വഹാബ്, അങ്ങനെയോ അല്ലെങ്കിൽ യാ വഹാബ്, യാ വഹാബ്, അല്ലെങ്കിൽ യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദുആരക്കുക. അതുപോലെ മറ്റൊരു പേര് അൽ ഗഫാർ, യാ ഗഫാറു യാ അല്ലാ എന്നോ അല്ലെങ്കിൽ അൽ ഗഫാർ, അൽ ഗഫാർ, അൽ ഗഫാർ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ദുആരക്കിൻ. പിന്നെയോ മറ്റൊരു പേരാണ് അൽ ഖരീബ്. ഇസ്മുൽ അഅ്ലമാവാൻ സാധ്യതയുള്ള മറ്റൊരു ഇസ്മാണ് അൽ ഖരീബ്, ഏറ്റവും അടുത്തിരിക്കുന്നവനായ അല്ലാഹ്. അല്ലാഹ് ദൂരെയല്ല, നമ്മളോട് അടുത്തിരിക്കുന്നവനാണ്. അൽ ഖരീബ്, അൽ ഖരീബ്, അൽ ഖരീബ്, അതും ഇസ്മുൽ ആദമ. പിന്നെയോ മറ്റൊരു 2 ഇസ്മുകൾ ചേർത്തിട്ടുള്ളത് അസ്സമീഉ അൽ ബസീർ എന്ന് പറഞ്ഞേ. അസ്സമീഉ അൽ ബസീർ, അസ്സമീഉ അൽ ബസീർ, ഇതുമൊക്കെ എന്താണ്? ഇസ്മുൽ ആദമാവാൻ സാധ്യതയുണ്ട്. കേൾക്കുന്നവനെ, കാണുന്നവനെ എന്നർത്ഥം വരുന്നു. പിന്നെയോ അസ്സമീഉ ദുആ, ഇതും ഇസ്മുൽ ആദമാണ് എന്ന് പറഞ്ഞേ. അസ്സമീഉ ദുആ, അസ്സമീഉ ദുആ, അസ്സമീഉ ദുആ. പിന്നെയോ മറ്റൊന്ന് ഖൈറുൽ വാരിസീൻ, ഇത് ഇസ്മുൽ അഅ്ലമാവാൻ സാധ്യതയുണ്ട്. ഖൈറുൽ വാരിസീൻ, ഖൈറുൽ വാരിസീൻ എന്ന് പറഞ്ഞേ. ഖൈറുൽ വാരിസീൻ, ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും കേട്ട് അല്ലെങ്കിൽ കേൾക്കാത്തതൊക്കെ ഒരുപാട് ഇസ്മുൽ അഅ്ലമായിട്ട് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മളൊക്കെ എപ്പോഴും പറയുന്ന, നമുക്കെപ്പോഴും അറിയാവുന്ന, നമ്മളൊക്കെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കൂടിയുണ്ട്, അതും ഇസ്മുൽ അഅ്ലമാവാൻ സാധ്യതയുണ്ട്. ഏതാണത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ്, ഇത് ഇസ്മുൽ അഅ്ലമാണ് എന്ന് പറഞ്ഞേ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഇതെല്ലാം ഇസ്മുൽ അഅ്ലമാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്മുൽ ആദം. ചില വലിയ മശായിഖന്മാർ അവരുടെ മുരീദന്മാരോട്, അവരുടെ ശിഷ്യന്മാരോട് അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽ അല്ലാഹ് എന്ന ഇസ്മ്, അൽ ഹമീദ് എന്ന ഇസ്മ്, അൽ ഖഹാർ എന്ന ഇസ്മ, 3 ഇസ്മ. ഒന്ന് അല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മ. രണ്ടാമത് അൽ ഹമീദ്, അൽ ഹമീദ്, അൽ ഹമീദ്. മൂന്നാമത്തേത് അൽ ഖഹാർ, അൽ ഖഹാർ, അൽ ഖഹാർ. ഇത് 3ഉം ചേർന്നതാണ് ഇസ്മുൽ ആദം. അപ്പോൾ അല്ലാഹ്, അൽ ഹമീദ്, അൽ ഖഹാർ, ഈ 3 ഇസ്മും കൂടി ചേർന്നതാണ് ഇസ്മുൽ ആദം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഗൗസുൽ ആദം മഹാനവറുകൾ പറയുന്നു, അല്ലാഹ് എന്നതാണ് ഇസ്മുൽ ആദം. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് ഔലിയാക്കൾ, ഒരുപാട് സലഫ് സ്വാലിഹീങ്ങൾ, ഒരുപാട് മശായിഖന്മാർ, അവരുടെയൊക്കെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത, മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത ഒരുപാട് ഇസ്മുകൾ ആലം, ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായമുള്ള, ഇസ്മുൽ ആലമാണെന്ന് കരുതി അവർ പറഞ്ഞിട്ടുള്ള ഒരുപാട് മന്ത്രോച്ചാരണങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാം ഒന്ന് പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് ഒരു പ്രാവശ്യം ദുആ ചെയ്യുന്നതിന് മുമ്പ്, തഹജ്ജുദിന് മുമ്പോ, ദുഹാക്ക് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദിന് ശേഷമോ, സുബഹിക്ക് ശേഷം, മഗ്രിബിന് ശേഷമൊക്കെ ഇതൊരു പ്രാവശ്യം എല്ലാം ഒന്ന് പറഞ്ഞിട്ട്, ഒരു പ്രാവശ്യം പറഞ്ഞാലും മതി, എല്ലാം ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദുആരക്കിൻ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്മുൽ ആദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാതെ പഠിച്ചാലൊക്കെ വലിയ ഖൈറാണ്. ഇപ്പം നമുക്ക് അറിയാവും, നമ്മൾക്ക് സ്ഥിരമായി പറയുന്ന വാക്ക് അല്ലാഹ് എന്ന വാക്ക് നമ്മൾ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഇസ്മുൽ ആദമാണെന്ന് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ ഉറപ്പാണ്. അഭിപ്രായങ്ങൾ അവർക്ക് തോന്നുന്നത് പറയുന്നതല്ല, അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നിങ്ങൾക്കറിഞ്ഞു, ഇനി മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവെ പടച്ചവനെ, നിന്റെ അതിമഹത്തമായ ഉന്നതമായ പേരുകളെപ്പറ്റി ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പറയപ്പെട്ട ഇസ്മുകൾ, ഞങ്ങൾ ഇവിടെ പറഞ്ഞ ഇസ്മുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, പ്രശ്നങ്ങൾ ദൂരീകരിക്കണേ റഹ്മാനെ, ഹലാലായി മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, എല്ലാ പകർച്ചവ്യാധികളെ തൊട്ടും കാക്കണേ റഹ്മാനെ, എല്ലാവിധ ഖൈറും തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.